ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. എന്താണ് ഫാറ്റി ലിവർ? ഫാറ്റി ലിവർ വരാനുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. അത് ഇല്ലാത്ത ഒരാൾ പോലും ഇല്ല. ഏതൊരാളോട് ചോദിച്ചാലും അവർക്കൊക്കെ ഫാറ്റി ലിവർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് മാറ്റിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താണ് ഫാറ്റി ലിവർ? ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരളിന് ചുറ്റും ഫാറ്റ് ഡെപ്പോസിഷൻ വരുന്ന ഒരു അസുഖം അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഈ ഫാറ്റി ലിവർ വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഫാറ്റി ലിവർ വരും. അതിൽ പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള മദ്യപാനം നമുക്ക് ഇതിനൊരു കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊണ്ണത്തടി, അമിതമായിട്ടുള്ള വണ്ണം, അതായത് നമ്മുടെ ഭക്ഷണം നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ വരികയും അത് പിന്നീട് നമുക്ക് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിഷൻ കൂടുകയും അത് പിന്നീട് ഫാറ്റി ലിവറിലോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഡയബറ്റിക് ഉള്ള പേഷ്യൻസിന് വരാണ്ട് പലതരത്തിലുള്ള മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കൂടിയാണ് ഈ ഒരു ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ സ്റ്റിറോയിഡ് കഴിക്കുന്ന ആൾക്കാർക്ക്, പിന്നെ അതുപോലെ PCOD ഉള്ള ആൾക്കാർക്ക് കണ്ടുവരുന്നുണ്ട്. തൈറോയിഡ് രോഗമുള്ള ആൾക്കാർക്കും ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവർ പ്രധാനമായിട്ടും നമ്മുടെ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഡെപ്പോസിഷൻ വരുന്നതാണ് ഈ ഒരു ഫാറ്റി ലിവറിന് കാരണമാകുന്നത്. ഒരു 80 to 90% ആൾക്കാർക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ശരീരത്തിൽ ഒരു അസിംറ്റമാറ്റിക് ആണ്, അതായത് ഒരു മാറ്റവും നമുക്ക് ശരീരത്തിൽ ഫീൽ ചെയ്യില്ല. ചില ആൾക്കാർക്ക് ചെറുതായിട്ട് വയറുവേദന അല്ലെങ്കിൽ അവർക്ക് ഡിസ്കംഫേർട്ട് ഉണ്ടാകും എന്നല്ലാതെ അവരുടെ ശരീരത്തിൽ ഓവറോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ വേദനകളോ ഒന്നും നമ്മുടെ ശരീരത്തിൽ കാണിക്കില്ല. അപ്പോൾ പലതരത്തിലുള്ള സ്റ്റേജുകൾ നമുക്ക് ഈ ഒരു ഫാറ്റി ലിവറിനുണ്ട്. അതായത് സ്റ്റേജ് 1 അല്ലെങ്കിൽ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിവറിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ കരളിന് ചുറ്റും ഫാറ്റ് ഡെപ്പോസിഷൻ വരും. അത് അതിന്റെ ടിഷ്യൂവിനൊന്നും അത് എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഗ്രേഡ് 3 എത്തുമ്പോഴേക്കും ഈ ഫാറ്റ് കരളിന് ചുറ്റും അടങ്ങിയിരിക്കുന്ന ഫാറ്റിൽ അതിൽ ടിഷ്യൂകളെ കൂടി അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അത് പതുക്കെ പതുക്കെ ഫൈബ്രോസിസും അല്ലെങ്കിൽ സിറോസിസ് പോലുള്ള ഇറിവേഴ്സിബിൾ, അതായത് തിരിച്ച് ആ ടിഷ്യൂ പഴയ ഒരു സ്റ്റേജിലോട്ട് വരാത്തൊരു സ്റ്റേജിലേക്ക്, ആ ഒരു കണ്ടീഷനിലോട്ട് നമ്മുടെ കരള് മാറിക്കഴിയും. അങ്ങനെ ആയപ്പോൾ സിറോസിസ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കരള് ഭയങ്കരമായിട്ട് ചുങ്ങുകയും പിന്നീട് ആ പഴയ ഒരു സ്റ്റേജിലോട്ട് വരാതെ ആകുകയും പിന്നീട് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൾട്രാസോണിക് വെച്ചിട്ട് നമുക്ക് ഈ സിറോസില് ഫാറ്റി ലിവർ ഉണ്ടോ നമ്മുടെ ലിവറിന് ചുറ്റും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള സ്കാനിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാറ്റി ലിവർ നമ്മുടെ ശരീരത്തിലുണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും എല്ലാവർക്കും ഇതുണ്ടല്ലോ, അതൊരു കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വേർഡ് ആയതുകൊണ്ട് തന്നെ പലരും അത് നിസ്സാരമാക്കി ഇടാറുണ്ട്. അപ്പോൾ ഒരിക്കലും നിസ്സാരമാക്കി ഇടരുത്. നമ്മളത് ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാൽ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടി വരികയും അത് പിന്നീട് സിറോസിസ് പോലുള്ള സിവിയർ കണ്ടീഷനിലോട്ട് പോകാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി നമുക്ക് ഇപ്പോൾ ഫാറ്റി ലിവർ കൂടുതൽ എല്ലാവരിലും കണ്ടുവരുന്നു എന്ന് പറഞ്ഞു. ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം നന്നായിട്ട് നമ്മൾ ക്രമീകരിക്കുക. അതായത് നമ്മൾ കഴിക്കുന്ന കലോറി ഭക്ഷണങ്ങൾ നമ്മൾ കുറയ്ക്കുകയും നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് ബേൺ ചെയ്യാനുള്ള പ്രോസസ്സുകൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുക. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് കൂടുതലായിട്ട് ഇരിക്കാതെ നമ്മളെ മൂവ്മെന്റ്സ് നമ്മൾ വർദ്ധിപ്പിക്കുക. അതായത് നടക്കുന്ന സ്ഥലത്ത് നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ സ്റ്റെപ്പ് കയറുകയാണെങ്കിൽ നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്യാതെ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ ആ ഒരു ഫാറ്റ് ബേൺ ചെയ്യുക. കാലോറീസ് കൂടുതലായിട്ട് നമ്മൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള വർക്കൗട്ടുകളും അതുപോലെ തന്നെ നടത്തങ്ങളും അതുപോലെ തന്നെ ട്രെഡ്മില്ലുകളും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റുകളെ നമ്മൾ കൂടുതലായിട്ട് ബേൺ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ പിന്നെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഭക്ഷണം ശ്രദ്ധിക്കാൻ. ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഫാറ്റ്, അതായത് ഷുഗർ കണ്ടന്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ ഡ്രിങ്ക്സുകളും അതുപോലെ തന്നെ സാൻഡ്വിച്ചുകളും ബർഗറുകളും പ്രോസസ്ഡ് ഫുഡുകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന കാലമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുതലായിട്ട് ഫാറ്റ് ലിവർ കണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ നന്നായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുന്നതും അതുപോലെ തന്നെ ബർഗർ പോലെ അങ്ങനത്തെ അത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി പ്രോഡക്ട്സുകൾ, അതുപോലെ തന്നെ കൂടുതലായിട്ട് ഷുഗർ അടങ്ങിയിട്ടുള്ള പാനീയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ കൂടുതലായിട്ട് വെജിറ്റബിൾസും റോ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതുപോലെ ഫ്രൂട്ട്സുകളും നമ്മുടെ നട്ട്സുകളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക.
രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കൗട്ട്, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് ബേൺ ചെയ്ത് പോകാൻ നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതായത് ഒരു ദിവസം ഏകദേശം ഒരു 40 to 1 hour നമ്മൾ കമ്പൽസറി നിർബന്ധമായും നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. അത് നോർമൽ ഒരാൾ ചെയ്തിരിക്കണം. അപ്പോൾ ഫാറ്റി ലിവറുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അതിൽ കൂടുതലോ അല്ലെങ്കിൽ 1 hour നിർബന്ധമായിട്ട് ചെയ്യുക. ആഴ്ചയിൽ 5 days നമ്മൾ നിർബന്ധമായിട്ടും വർക്കൗട്ട് ചെയ്തിരിക്കേണ്ടതാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏത് അസുഖത്തിനാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ആ അസുഖം നമ്മൾ മാറിക്കഴിഞ്ഞാൽ ആ ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ആ ഒരു മെഡിസിൻ നമ്മൾ നിർത്തേണ്ടതാണ്. അപ്പം നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോർമൽ ഇതിലോട്ട് പോകാൻ പ്രത്യേകം ഡോക്ടറുടെ കൺസൾട്ട് അനുസരിച്ചിട്ട് നമ്മൾ ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ബാക്കി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഭക്ഷണവും പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ടും നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് ബേൺ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫാറ്റി ലിവറിൻ്റെ ഒരു പിന്നീടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും ഫാറ്റി ലിവർ നമുക്ക് പതുക്കെ പതുക്കെ കുറച്ച് വരാനും നമുക്കിത് സാധിക്കും. അപ്പോൾ ഫാറ്റ് ലിവർ എല്ലാവർക്കും ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ ആരും അത് മൈൻഡ് ചെയ്യാതെ ഒരിക്കലും ഇരിക്കരുത്. നമ്മൾ കൺസേൺ ആയിരിക്കണം. നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴേ നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഫാറ്റി ലിവറെന്നും ഫാറ്റി ലിവറിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.